ഈ സ്നേഹം കൊണ്ടുള്ള ശകാര കിട്ടിയിട്ടുണ്ട് ലൊക്കേഷനിൽ. കാരണം ഏറ്റവും ജൂനിയർ ഒരു പക്ഷേ ആണ്. സംഗീതമായിരിക്കാം ലൊക്കേഷനിൽ. അവരൊക്കെ നമ്മുടെ പ്രായത്തിനേക്കാൾ എക്സ്പീരിയൻസ് ആണ് ഉള്ള ആണ് ആളുകളാ. ആണ്. അങ്ങനെ സ്നേഹം കൊണ്ടുള്ള ശകാരങ്ങൾ വല്ലതും ഇവര് കിട്ടിയിട്ടുണ്ടോ? നമ്മളെ ഭയങ്കര പൊന്നിപ്പൊരുതിയാ കൊണ്ട് നടക്കണം. ഇവർക്ക് ഭയങ്കര കാര്യമാണ്. ഞാനൊരു ദിവസം ഇതുപോലെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മള് ഇതാവുമല്ലോ, കംഫർട്ട് കൂടി കഴിയുമ്പോൾ നമ്മള് ഇതാവും തുടങ്ങും. അപ്പം ഞാനിങ്ങനെ കാറിലിരിക്കുമ്പോൾ ലാലേട്ടൻ വിശക്കണം 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 ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക, വിശക്കണം വിശക്കണം മോനെ വിശക്കണ്ട, എനിക്ക് വിശക്കണ്ടറാ എനിക്ക് വിശക്കണ്ട് എന്ന് പറഞ്ഞ് ഷോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ഒരു മണിക്കൂർ എന്തോ കഴിഞ്ഞ് ഇത് കഴിഞ്ഞപ്പോഴേക്കും പാക്കപ്പായി. 6 മണി, വൈകുന്നേരം 6 മണിക്ക് പാക്കപ്പായി. ഞാനിങ്ങനെ പോവാൻ കോസ്റ്റ്യൂമൊക്കെ ഇടാൻ വേണ്ടി നടക്കാൻ പോയപ്പോഴേക്കും പെട്ടെന്ന് ലാലേട്ടൻ്റെ അസിസ്റ്റൻ്റ് എന്നിട്ട് പറഞ്ഞു ലാലേട്ടൻ വിളിക്കുന്നു, മനസ്സിലാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഓടി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടെ കല്ലപ്പം, മീൻകറി. അതാണ് ഈ കുമളിയില ഈ സാധനം എങ്ങനെ എത്തിയെന്ന് അറിഞ്ഞൂടാ. 1 മണിക്കൂറിനുള്ളിൽ എവിടെന്നോ അത് വരുത്തിച്ച് നീ കഴിക്കുക, വിശന്ന് പോണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുത്തി വിളമ്പിയൊക്കെ തന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് വിളമ്പി തന്ന് കഴിച്ചിട്ടാണ് പോകുന്നത്. അതൊക്കെ കിട്ടില്ല ഇനി. ഭയങ്കര കുറെ മൊമെന്റ്സ് ഉണ്ട്. വേറൊരു ഒരു ഓർമ്മയും കൂടി പറയാനുള്ളതില്ല. ഒന്നല്ല എല്ലാം പോരട്ടെ. ലാലേട്ട സത്യൻ സാറൊക്കെ നമുക്ക് എന്തും കേട്ടിരിക്കാൻ ഇഷ്ടമാണ്. നമുക്ക് പറഞ്ഞു തുടങ്ങിയാലും തീരില്ല ഇവരുടെ വിശേഷങ്ങൾ. ഒരു ദിവസം ഇതുപോലെ അതേപോലെ ഒരു ഇമോഷണൽ പരിപാടിയാണ്. എനിക്ക് പനി വന്നു അവിടെ വെച്ചിട്ട്. അപ്പൊ ഷൂട്ടിന്റെ ഇടയില എനിക്കാണെങ്കിൽ ഭയങ്കര ഇമ്മ്യൂണിറ്റി ഒക്കെ പറഞ്ഞിട്ട് ഇടക്കിടക്ക് പനിയൊക്കെ വരും. അങ്ങനെ പനി വന്ന് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലാലേട്ടനും ഞാനും തന്നെയുള്ളൊരു സീനാണ്. അവിടെ നിന്ന് ഒരു കുമളി ആയതുകൊണ്ട് ഒരു ഡോക്ടറൊക്കെ വന്നു. അപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഷോട്ട് ബ്രേക്ക് ചെയ്തിട്ട് ലാലേട്ടൻ്റെ ഏരിയ എന്തോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്നാൽ ലാലേട്ടൻ്റെ റൂമിൽ തന്നെയാണ് ഇതിന് സൗകര്യം ഒരുക്കിയത്, ഇഞ്ചക്ഷൻ ചെയ്യാനൊക്കെ. ഞാൻ പോയി ഇഞ്ചക്ഷൻ ചെയ്യുന്നു. എന്നിട്ട് അവിടെ ഞാൻ റെസ്റ്റ് ചെയ്യാണ്. ഇഞ്ചക്ഷൻ്റെ ചെറിയ സഡേഷനിലൊക്കെ ഇത് ചെയ്ത സമയത്ത് ലാലേട്ടൻ്റെ അകത്തോട്ട് വന്നു. എന്നിട്ട് ഡോക്ടറുടെ അടുത്ത് ചോദിച്ചു എങ്ങനെയുണ്ട് അവന്, പനി എങ്ങനെയുണ്ട്, ഏതൊക്കെ മരുന്നാണ് കൊടുത്ത്, ഇതൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതിങ്ങനെ ചോദിച്ച് എന്നോട് എടാ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ലാലേട്ടാ കുഴപ്പമില്ല, ഞാനിപ്പോൾ എണീക്കാം. ഇല്ല കിടക്ക് കുറച്ച് നേരം കൂടെ കിടക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു 20 സെക്കൻഡ് ലാലേട്ടൻ ഇങ്ങനെ തലോടിക്കൊണ്ട് അവിടെ നിന്നു. ഞാനിങ്ങനെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണോ എന്ന് പോലും അറിയില്ല, എൻ്റെ കണ്ണ് തന്നെ ഇങ്ങനെ നിറഞ്ഞു വന്നു. ഞാൻ നേരെ എൻ്റെ ഓർമ്മകൾ പോണത് 4 വയസ്സ് 5 വയസ്സ് തുടങ്ങി. അച്ഛനമ്മ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് മോഹൻലാൽ. നമ്മൾ ഈ പവിത്രവും കിലുക്കവും അതിലെ സോങ്സ് ഒക്കെ കേട്ട് നമ്മൾക്ക് എവിടെയോ ഒരു ഫാദർലി അഫെക്ഷൻ അവിടെ ഉണ്ട്. ഇത്രയും വർഷത്തെ നമ്മളുടെ ഒരു ഫാദർലി ഫിഗറാണ്, നമ്മളുടെ ഒരു ചേട്ടനാണ്, നമ്മളുടെ ഏറ്റവും നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് ഏറ്റവും ആരാധനയോട് കാണുന്ന ഒരാളാണ്. ആള് എനിക്ക് വേണ്ടി അവിടെ വന്നിട്ട് എന്നെ, അപ്പോൾ ഷൂട്ട് ഏകദേശം അവസാനിക്കറിയാം. അത്രയും എന്നെ ഭയങ്കര അറ്റാച്ച്ഡ്. സത്യൻ സാറൊക്കെ പറയും ഞാൻ ആൻ്റണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും കാര്യമായിട്ട് ഒരാളെ നോക്കുന്നത് കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സത്യൻ സാർ എപ്പോഴും പറയും. എന്നെ പെറ്റുപോലെ ഇങ്ങനെ കൊണ്ടു നടക്കണം, വിശേഷങ്ങൾ പറയും, ഓരോ തമാശയൊക്കെ പറയും ഇതുപോലെ ഇടയ്ക്ക്. എന്നാലും ശകാരിക്കലൊക്കെ തരും, അങ്ങനെ സാധനങ്ങളൊക്കെ പറയുമെങ്കിലും ഭയങ്കര എന്നെ വേറെന്തോ ഒരു ഇമോഷണലിയും കൂടി എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്ക് ഫീൽ ചെയ്തപ്പോഴാണ്. അങ്ങനെ നിന്ന് ഞാനിങ്ങനെ ഭയങ്കര ഇതായിട്ട് നിന്നിട്ട് ലാലേട്ടൻ പുറത്തു പോയിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സത്യൻ സാർ എന്നിട്ട് പറഞ്ഞു പാക്കപ്പ് എന്ന് പറയും. അപ്പം അന്ന് 2 മണി വരെ ഷൂട്ട് പ്ലാൻ ചെയ്തിരുന്നു, നൈറ്റ് ഉള്ളതുകൊണ്ട്. അപ്പം നമ്മൾ എനിക്ക് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല, ചെറിയൊരു ഇഞ്ചക്ഷൻ്റെ ആവശ്യമുണ്ട്, അത് സെറ്റാണ്. ഇല്ല അങ്ങനെ ഇവിടെ ആർക്കും അത്യാവശ്യമൊന്നുമില്ല ഷൂട്ട് തീർക്കണമെന്ന്, നമുക്ക് നാളെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അന്ന് അവരൊരു 8 മണി 7:30 ഇപ്പോൾ പാക്കപ്പ് ചെയ്ത് എല്ലാവരും പോയി. അപ്പോൾ അത് ഞാൻ പറഞ്ഞു, എന്നെ ഭയങ്കര ഇങ്ങനെ പൊന്നുപോലെയാണ് എല്ലാവരും കൊണ്ടുപോകുന്നിരുന്നത്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. അതൊക്കെ ഇവരെ ഇല്ല ഇമോഷണൽ ആക്ച്വലി അവരെ പറ്റിയിട്ടുള്ള ഓർമ്മകളൊക്കെ ഭയങ്കര ഹാപ്പിനെസ്, ഭയങ്കര ഓവർവെൽമിങ്, ഭയങ്കര കണ്ടന്റ് ഫീലുള്ള ഓർമ്മകളാണ്. അപ്പം അതിന് പകരം ഇനിയിപ്പോൾ എന്താണെങ്കിലും ഞാൻ അതിൽ നേരത്തെ പറഞ്ഞ പോലെ അതിലെ കഥയൊന്നും കേൾക്കാത്തതോ ബാക്കി കാര്യങ്ങളോ ഒന്നുമല്ല. എനിക്ക് എത്ര സ്പേസ് ഉണ്ടെന്നോ ഒന്നും ഒരു പ്രശ്നമേ ഇല്ല. ആ സിനിമ ഭയങ്കര എന്താ പറയാ, ഒരു ഹൃദയത്തോട് ചേർന്ന് ഹൃദയപൂർവ്വം തന്നെയാണ് ആ സിനിമ ഇപ്പോഴും. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ കിട്ടുന്നത്. എനിക്ക് അദ്ദേഹം പോയി പറഞ്ഞിട്ടായിരിക്കും ഷൂട്ട് നിർത്തിയത്. ആണ് ഉറപ്പായിട്ടും. അതെ, അങ്ങനെ പറഞ്ഞു, ലാല് പറഞ്ഞു നിർത്താൻ പറഞ്ഞു പറഞ്ഞിട്ട്. ലാലേട്ടനാണ് മറ്റേ പറഞ്ഞത്, അതായത് അങ്ങനെ അത്യാവശ്യം ഒന്നും ആർക്കില്ല നമുക്ക് ഷൂട്ട്, അത് പറയുന്നത് ലാലേട്ടനാണ്. ഈ എക്സൈറ്റ്മെന്റ് വിളിച്ച് ഷെയർ ചെയ്യുന്ന ആരുടെ വൈഫിന്റെ അടുത്താണ്, അത് വീട്ടിലാണ്? ഞാൻ വൈഫ് ഒരു മെയിൻ ഒരു 3-4 സെറ്റ് ഉണ്ട്. ഇവരൊക്കെ വിളിച്ച് പറയുന്ന ഇപ്പൊ ഡിനോയ് ചേട്ടൻ, മമിത, നെസ്ലിൻ, വൈഫും അമ്മയും വീട്ടിലായിരിക്കും ഏറ്റവും ആദ്യം പറയണം. വൈഫ് എപ്പോഴും മിക്കപ്പോഴും അവള് എന്തെങ്കിലുമൊക്കെ ആയിട്ട് എൻ്റെ കൂടെ ഉണ്ടാവും സെറ്റില്. അപ്പൊ അവള് അപ്പൊ തന്നെ ഏറ്റവും ആദ്യം അറിയണ ആള് വൈഫായിരിക്കും. അത് കഴിഞ്ഞാൽ ഏറ്റവും സന്തോഷം അച്ഛനും അമ്മയ്ക്കാണ്. കാരണം അച്ഛൻ ലാലേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അച്ഛൻ അസിസ്റ്റന്റ് സിനിമാറ്റോഗ്രാഫർ ആയിരുന്നു. ജയനൻ മിൻസൻ എന്ന് പറഞ്ഞ ക്യാമറാമാന്റെ അസിസ്റ്റന്റ് ആയിരുന്നു. അപ്പൊ ഇവരാണ് രാജാവിന്റെ മകൻ, നമ്പർ 20 മദ്രാസ് മെയില്, പിന്നെ
തുമ്പികൾ ഇതിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവർ തമ്മിൽ നല്ല പരിചയം ഉണ്ടായിരുന്നു. ആ സമയത്ത് അവർ തമ്മിൽ ഒരു അടുപ്പൊക്കെ ഉണ്ടായിരുന്നു. അച്ഛൻ എന്നിട്ട് വന്ന് കാണുകയൊക്കെ ചെയ്തായിരുന്നു സെറ്റിൽ. അപ്പം അച്ഛന് ഇതൊക്കെ ഭയങ്കര നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തും, നമ്മളിലൂടെ അത് കംപ്ലീറ്റ് ആവുന്നു എന്ന് പറയുന്ന ഹാപ്പിനെസ് എപ്പോഴും ഭയങ്കര പ്രൗഡായിരിക്കും അദ്ദേഹം. ശരിക്കും അത് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടോന്ന് അറിയില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ അത്രയും പ്രൗഡ് ഫീലിംഗ് ആയിരിക്കും മകനെ പറ്റി ഓർത്തിട്ട്. അച്ഛൻ എങ്ങനെയാണ് ഈ ഒരു സംഗീതത്തിന്റെ വളർച്ചയൊക്കെ ഫാമിലി എങ്ങനെയാണ് നോക്കിയാണ്, പ്രത്യേകിച്ച് ഇപ്പൊ അച്ഛൻ എങ്ങനെയാണ് അവര് നോക്കുന്നത്? അവര് ഭയങ്കര കൂടെ ഉണ്ട് എപ്പോഴും. എപ്പോഴും അവർ ഇതിലെ ഓരോ ചെറിയ കാര്യങ്ങളും വിശേഷങ്ങളും ചോദിച്ചും ഇതിൽ ഹാപ്പി ആയിട്ടും മറ്റുള്ളവരോട് അത് ഷെയർ ചെയ്തൊക്കെ നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബാക്കി എല്ലാ രീതിയിലും അവർ സെറ്റിൽഡ് ആണ്. ഇപ്പം അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സന്തോഷം ഇതൊക്കെയാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഈ സന്തോഷം അങ്ങനെ തന്നെ നിലനിന്ന് പോട്ടെ. ഞാനൊരു പോസ്റ്റ് വായിച്ചാണ്, എനിക്കൊന്ന് വാട്സപ്പ് സ്റ്റാറ്റസ് ആണ്, ഞാൻ എവിടെയോ കണ്ടാണ്, FB-യിലാണ്, ഏതൊരു ഗ്രൂപ്പിൽ കണ്ടാണ്. കുറച്ച് നേരെ സ്ക്രീൻ പ്രസൻസ് ഉള്ളെങ്കിലും ആ കരയുന്ന ഒരു സീൻ, അതായത് എത്ര ശോഭനമാം ഉൾപ്പെടെ എല്ലാം ഉണ്ട്, പക്ഷെ നമ്മുടെ കോൺസെൻട്രേഷൻ ഓട്ടോമാറ്റിക്കലി സംഗീതത്തിലേക്ക് പോകും. അദ്ദേഹം അത് വളരെ വൃത്തിയായിട്ട് ചെയ്തു എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇപ്പം പ്രേമലു കഴിഞ്ഞതിന് ശേഷം, പ്രേമലു ത്രൂ ഔട്ട് റോളിന് ശേഷം ഇതിലേക്ക് വരുന്ന ഒരു ചെറിയ റോളാണ്. ഇപ്പം അതിൻ്റെ അകത്തൊരു ഡയലോഗൊക്കെ ഉണ്ട്, അങ്കിൾ സീൻ തൂക്കി എന്ന് പറഞ്ഞ സാധനമൊക്കെ ഉണ്ട്, തൂഫാൻ അങ്ങനെയൊക്കെ പറയുന്നില്ലേ, അതൊക്കെ കഴിഞ്ഞിട്ട് സാധനമുണ്ട്. അതുപോലെ ഈ കരയുന്ന ഒരു സീനൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഒരു സ്റ്റോറി എന്താണ്? ആക്ച്വലി തുടരുമിലേക്ക് വരുമ്പോ പ്രേമലു കഴിഞ്ഞിരിക്കുക ഉടനെ ചെറിയ റോളിനാണ് വിളിച്ചത്, പക്ഷെ അത് കമ്മിറ്റ് ചെയ്യാനുള്ള റീസൺ എന്താണ്? എൻ്റെ അടുത്ത് തരുൺ ചേട്ടനാണ് വിളിക്കുന്നത്. ഞാൻ അങ്ങോട്ടേക്ക് തരുൺ ചേട്ടന് മെസ്സേജ് എന്തെങ്കിലും, അതായത് ഇറങ്ങി റിലീസ് ചെയ്തൊക്കെ പ്രേമലു ഒക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഇവരുടെ തരുൺ ചേട്ടൻ്റെ പടം വരുന്നു എന്ന് പറഞ്ഞ പോസ്റ്റ് വരുന്നത് ലാലേട്ടനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് മെസ്സേജ് അയച്ചു, തരുൺ ചേട്ടൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം എന്ന് പറഞ്ഞിട്ട്. പിറ്റേ ദിവസം തന്നെ വിളി വന്നു എനിക്ക്, അവിടെ ഒരു പരിപാടി ഉണ്ട്, പടത്തിലൊരു ക്യാമിയോ പരിപാടിയാണ്, പക്ഷെ പടത്തിൽ തിരിച്ചുവിടുന്ന ക്യാരക്ടറാണ്, അത്രയും നേരം പോകുന്ന പടത്തിൻ്റെ ടോൺ മാറ്റുന്ന ക്യാരക്ടറാണെന്ന് പറഞ്ഞു. ലാലേട്ടൻ്റെ കൂടെയാണ് കോമ്പിനേഷൻ സീൻ എന്നും പറഞ്ഞു. ഇത്രയും കേട്ടു. ഞാൻ വേറെ ഞാൻ സത്യം പറഞ്ഞ ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ എണ്ണം സിനിമകൾ ആദ്യം കഥ കേൾക്കുന്നു, ആദ്യം ഓൺലൈൻ വായിക്കുന്നു, കഥ കേൾക്കുന്നു, പിന്നെ ഇങ്ങനെ പോയി ഓരോ, സത്യം പറഞ്ഞാൽ അതിന് മുമ്പ് റിജക്ട് ചെയ്ത ആൾക്കാർ ചിലപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കും പല കാര്യങ്ങളും, ഈ ക്യാരക്ടറുടെ ഒക്കെ പല കാര്യങ്ങളും പറഞ്ഞാൽ നമ്മൾ റിജക്റ്റ് എന്നല്ല ഞാൻ പറഞ്ഞാൽ, നമ്മൾ കമ്മിറ്റ് ചെയ്യാതിരിക്കുമ്പോൾ ഉള്ള കാര്യങ്ങൾ ആളുകൾ ചോദിക്കും, ഇതിൽ ഇത്രയും കാര്യങ്ങൾ എന്തുകൊണ്ട് ചെയ്തു എന്നുള്ളത്. അപ്പം ലാലേട്ടൻ എന്ന് പറയുന്ന പേര് തരുൺ ചേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്നു, രജപുത്ര ഇത്രയും വലിയ ശോഭന മാമൊക്കെ ഉണ്ട് എന്ന് പറയുന്ന പടത്തിൽ നമ്മൾക്ക് ഇങ്ങനെ ചെറിയൊരു പരിപാടിയാണെങ്കിലും കഥേനെ ടേൺ ചെയ്യിക്കുന്നതാണ് എന്ന് കേട്ടപ്പോഴാണ് ഞാനും ഭയങ്കര സന്തോഷത്തോടെ പോയി ചെയ്യുന്നത്. എന്നിട്ട് ഈ പറഞ്ഞ പോലെ കുറേ ഇംപ്രവൈസേഷൻസ് അവിടെ ഉണ്ടായിരുന്നു. തരുൺ ചേട്ടനും ആ കാര്യത്തിൽ ഭയങ്കര ഓപ്പണാണ്, എന്തൊക്കെ എടാ ഇവിടെ എന്ത് പറയാൻ പറ്റും, എന്താണ് സാധനം ഒക്കെ പറഞ്ഞിട്ട് ഡയലോഗ്സ് പറഞ്ഞു. പിന്നെ ഈ കരച്ചിലിൻ്റെ സംഭവം ഞങ്ങൾക്ക് ആക്ച്വലി ഒരു 2-3 ദിവസം ഉണ്ടായിരുന്നു അവിടെ. അതായത് ഫുൾ മഴയാ, ഈ കാണുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഒരു നമുക്ക് ഇമോഷണലി നിൽക്കുന്നത്. നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് മഴയത്ത് പോയിട്ട് നനയുന്നു, അവിടെ ഓസിലടിക്കും, നമ്മൾ പോയി നനഞ്ഞ് ഓടി വന്ന് ബാക്കിൽ നിന്ന് കരയുന്നു. ഇത് തന്നെയായിരുന്നു സംഭവം. ഒരു 3 days or 2 days എന്തോ ഫുൾ ഷോട്ട് മഴയത്ത് തന്നെയായിരുന്നു. അപ്പോൾ തരുൺ ചേട്ടനും ഒരു ഇതുണ്ടായിരുന്നു, അതായത് ഇവൻ്റെ കൂട്ടുകാരാണ്, അവരുടെ ഒരു ട്രാവൽ അത് കംപ്ലീറ്റ് ആവുന്നത് ആ സീക്വൻസിലാണ്, ഇവൻ മരിക്കുമ്പോൾ അവർ അവിടെ ഉണ്ട് എന്ന് പറയുന്നതൊക്കെ. അപ്പോൾ നന്നായിട്ട് ബ്രീഫിംഗ് ഒക്കെ തന്നിരുന്നു, നിങ്ങൾ ശരിക്കും നമ്മുടെ കൂട്ടുകാരൻ കരയുമ്പോൾ ഉള്ളത് എങ്ങനെയാണോ അതുപോലെ തന്നെ കരയി എന്ന് പറഞ്ഞിട്ട് തന്നെയായിരുന്നു ബ്രീഫിംഗ് ഉണ്ടായതൊക്കെ. ബാക്കി വൺ ലൈനർ ചില സാധനങ്ങളൊക്കെ തരുൺ ചേട്ടനോട് പറയും, ഇങ്ങനത്തെ പറയട്ടെ അങ്ങനെ പറയട്ടെ പറഞ്ഞു. പിന്നെ തരുൺ ചേട്ടനും ചില സാധനങ്ങൾ പറയും, ഇത് പറ എന്നൊക്കെ പറയും.